ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മനോഹർ സരയുവിനെ മെല്ലെ ഉറക്കി. എന്നിട്ട് പിന്നെ ചിന്തിക്കുകയാണ്, ഏത് നിമിഷവും നിഷ വിളിക്കാൻ സാധ്യതയുണ്ട്. ഫോൺ സൈലൻറ്റിലാണുള്ളത്. വിളിച്ചാൽ എടുക്കാതിരുന്നാലും കുഴപ്പമാണ്. ഉറക്കം വന്നാലും ഉറങ്ങാനും പറ്റില്ലല്ലോ. മനോഹർ മെല്ലെ സരയുവിനെ മാറ്റിയിട്ട് എണീക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും സരയുവിൻ്റെ കൈ വീണ്ടും വന്ന് മനോഹറിനെ കെട്ടിപ്പിടിക്കുകയാണ്. മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളാണെങ്കിൽ ഉറക്കത്തിൽ പോലും കൈമാറ്റത്തില്ല. പതിയെ കൈയെടുത്ത് മാറ്റിയിട്ട് എണീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മനോഹർ. എല്ലാം എണീറ്റ് താഴേക്ക് പോകാൻ പോവുക ഫോണും കൊണ്ട്. ആ സമയത്താണ് നമ്മളെ ഷാരി താരയെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ച് നിന്നിട്ട് എന്താ ചെയ്യേണ്ടത്, വലിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും ഇപ്പോൾ കളയണമല്ലോ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. കാറിൻ്റെ ഡിക്കിയിൽ എടുത്തിട്ടിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കളയണം. എന്നിട്ട് മെല്ലെ വലിക്കുകയാണ്. അപ്പോൾ ഷാരി എന്നെ മനസ്സിൽ പറയാണ്, ഇത് എന്തൊരു ഭാരാന്ന്. പക്ഷേ ഇത് ഇന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിലും പ്രശ്നമാവുമല്ലോ. ഈശ്വര എന്ന് പറഞ്ഞ് വീണ്ടും വലിക്കുകയാണ്. മനോഹർ വൈബ്രേഷനിലിട്ട ഫോൺ അതാ അടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെല്ലെ ഫോൺ കൊടുത്തിട്ട് താഴേക്ക് വരണം. മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ സരീവിനെ എണീപ്പിക്കാതെ താഴേക്ക് പോവുകയാണ് മനോഹർ താഴെ എത്തിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അതായത് ഷാരി താരയെ വലിച്ചു കൊണ്ടുവരുന്ന ആ കാഴ്ച. അവൻ നിയന്ത്രണം വിട്ട് വിളിച്ചുപോയി, അമ്മേ. എന്താ അമ്മേ ഇത്, എന്താ ഇതൊക്കെ? അവൻ അരികിൽ വന്നിട്ട് പറയാണ്. ഷാരി കൈകൂപ്പിട്ട് അവനോട് പറയാണ്, എന്നെ ഒന്ന് സഹായിക്കണം മോനെ. എന്താണ് അമ്മേ പറ്റിയത്? ഞാൻ മനുവിനോട് പറയാണ്, അവിടേക്ക് വന്നതും തലയടിച്ചു പോയതും ഒക്കെ പറയാണ്. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല മോനെ ഞാൻ. പക്ഷേ തലക്കടികിട്ടി വീണതിന് ശേഷം പിന്നെ ചലനമില്ലാതെ കിടക്കുകയായിരുന്നു. ആള് പോയി മോനെ. മനു അവിടെ താഴെ ഇരുന്നിട്ട് അവരുടെ കൈനാടി പിടിച്ച് നോക്കുവാണ്. ഇവർ മരിച്ചിട്ടില്ലല്ലോ. തൽക്കാലം അത് പറയണ്ട. ശരി, പൾസ് കിട്ടുന്നില്ല. ഞാൻ ആ ഗ്രൗണ്ടിലോ മറ്റോ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പോവുകയാണ്. അമ്മ തനിച്ചോ? അല്ലാതെ എന്ത് ചെയ്യും മോനെ? അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇച്ചിരി പൈസ ഒപ്പിക്കാൻ പറ്റിയ സമയമാണ് ഇത്. അമ്മേ, ഞാൻ 1-2 പേരെ അറേഞ്ച് ചെയ്യാം. പക്ഷേ അവർക്ക് റെഡി ക്യാഷ് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ നമ്മൾ കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കാറില്ലല്ലോ. ഞാൻ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട് മോനെ. കുറച്ചൊന്നും പോരാ. ഒരു 3-4 പേര് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾക്ക് 50,000 വെച്ച് എന്തായാലും കൊടുക്കേണ്ടി വരും. ഒരു 2 ലക്ഷം എന്തായാലും വേണ്ടി വരും. ഞാൻ തരാം മോനെ. ഷെൽഫിലുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ. പക്ഷേ എടുക്കാൻ പോണല്ലോ, അത് വിചാരിച്ചിട്ടാ. ഇല്ല മോനെ, ഒരു കുഴപ്പമില്ല. ഒന്നിനും ഒരു പ്രശ്നമില്ല. ഇനി അതിനപ്പുറം പൈസ വേണമെങ്കിൽ ഞാൻ തരാം. പോരാത്ത പൈസ മോനിക്ക് ഞാൻ നാളെ അറേഞ്ച് ചെയ്ത് തരാം. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ മതി. മനുവിനെ പറയാണ്, എന്നാലും സംസാരിക്കാൻ കഴിയാത്തൊരു സ്ത്രീയല്ലേ, അമ്മയ്ക്ക് കുറച്ച് മനുഷ്യത്വപരമായിട്ട് ചെയ്താൽ പോരായിരുന്നോ? എൻ്റെ സ്വന്തം മോളാ സരയു. അത് ഇവളുടെ മോളാണെന്ന് പറഞ്ഞാൽ എനിക്കിത് സഹിക്കാൻ പറ്റുമോ? മോനെ, ആ ദേഷ്യത്തിലാ ഓണക്കോടിയുമായിട്ട് വന്ന ഇവളെ ഞാൻ തള്ളിയത്. അത് മരിക്കണമെന്ന് കരുതി ചെയ്തതല്ല മോനെ. എന്നാൽ പിന്നെ പെട്ടെന്ന് ചെയ്യ്. ഇവിടെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളുണ്ട്. അയാൾ അറിഞ്ഞാൽ പിന്നെ ഒട്ടാകെ പാടി നടക്കും. എന്ന് മാത്രമല്ല, സരയു ഇത് അറിയാനും പാടില്ല. സരയുവിനോട് മോൻ പറയത്തില്ലല്ലോ. അമ്മ പറയാതിരുന്നാൽ മതി, ഞാൻ പറയില്ല. ഓ ശരി, ഞാൻ എടുത്തിട്ട് വരാം മോനെ. മരിച്ചിട്ടില്ല. അവൻ വീണ്ടും തൊട്ട് നോക്കി പൾസ് നോക്കിയിട്ട് പറയാണ്, മരിച്ചിട്ടില്ല. ശരിക്കും ഇവരാണ് എൻ്റെ അമ്മായി അമ്മ. മോളിൽ കിടക്കുന്ന സരയുവിൻ്റെ അമ്മ. അമ്മായി അമ്മേ. ഷാരി പിന്നെ റൂമിൽ വന്നിട്ട് മനോഹറിനെ, അതായത് മനോഹറിലെ രാഹുലിനെ എണീപ്പിക്കാതെ മെല്ലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഷെൽഫ് തുറന്നിട്ട് പൈസ എടുക്കുകയാണ്. ഷാരി പതിയെ അലമാര തുറന്ന് പൈസയൊക്കെ എടുത്ത്, എന്നിട്ട് പൈസയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് പറയാണ്, താൻ ഒറ്റ ഒരുത്തനാണടോ ഇതിനൊക്കെ കാരണം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടന്ന് ഉറങ്ങുന്നു. സ്വന്തം തെറ്റ് ചന്ദ്രസേനൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നാണം കെട്ടവൻ. ഞാനല്ല താനെ കൊല്ലേണ്ടത്. തൻ്റെ പെങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരുപാട് പെൺകുട്ടികളുടെ ശാപം എൻ്റെ തലയിലുണ്ട്. എന്തായാലും പിടിക്കപ്പെട്ടാൽ ജയിലില്ല. അതിൻ്റെ കൂടെ ഇതും കൂടി നിന്നോട്ടെ. പിന്നെ അവരും അവരുടെ ഭർത്താവും കൂടെ കാണുമല്ലോ. അപ്പോഴേക്ക് ഷാരി പണവുമായി അവിടെ എത്തി. മോനെ, ഇതാ 2 ലക്ഷമുണ്ട്. ഞാനിത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടി കരുതി വെച്ചതായിരുന്നു. അറിയില്ല അമ്മേ, ഞാനിത് അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. അയ്യോ വേണ്ട, ഒരിക്കലും വേണ്ട. അവനെക്കൊണ്ട് ഒരിക്കലും ചെയ്യിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ഈ ചെയ്യിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, സരയുവിനെ ഞാൻ കല്യാണം കഴിച്ചതോടെ അവൾക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെയുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വേദനയുണ്ടാകുമ്പോൾ ഞാൻ കൂടെ തന്നെ നിൽക്കും. നേരത്തെ തന്നെ അമ്മയോട് ചോദിച്ചല്ലോ അമ്മയ്ക്ക് എന്തോ ഒരു സങ്കടമുണ്ട് എന്ന്. അതെന്നോട് പറയാനും പറഞ്ഞതാ, എന്നിട്ട് പറഞ്ഞുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴേ ഇവരെ കൊണ്ടുപോയി കളയാമായിരുന്നു. പകലൊക്കെ ഇവിടെ ആളില്ലേ മോനെ? ആ, അതും ശരിയാ. ഇവളെ എവിടെ കൊണ്ടുപോയി കളയും മോനെ? ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കളഞ്ഞാൽ മതി. അയ്യോ, അത് പറ്റില്ല അമ്മേ, ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. ചെക്കിങ് ഉണ്ടെങ്കിൽ കുഴപ്പമാ. ഒരു കാര്യം ചെയ്യ്, അമ്മ പിടിക്ക്. ഒക്കെ എടുത്തിട്ട് ശാരി പറയാണ്, മോനെ ഇവളുടെ കാലിനൊക്കെ നല്ല ചൂടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂട് കാണുമോ? റൂമിൽ കടന്നതല്ലേ അമ്മേ, അതിൻ്റെ ചൂടാ, പൾസൊന്നുമില്ല, ആള് പോയി. കിടത്തി കൊടുത്തിട്ട് ശാരി പറയാണ്, മോനെ അപ്പോൾ അവൻ അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അമ്മ ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അവനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും ഇതിന് കൂട്ടു നിൽക്കില്ല, മക്കളായാലും മരുമക്കളായാലും ഒന്നും. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്ന് അമ്മയോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, സരയു എണീക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഒരു പതർച്ചയില്ലാതെ പറയണം. ഞാൻ കൂടെ വരണോ മോനെ? വേണ്ട, ഇപ്പോൾ തന്നെ ഞാൻ സനലിനോട് പറയാം, അവനെല്ലാം അറേഞ്ച് ചെയ്തോളും. പിന്നെ ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുമ്പോൾ ആരെങ്കിലും കണ്ടാലോ? ഇനി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അവൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഇതുവരെ അവൻ മരിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഡിക്കിയിൽ കിടന്ന് മരിക്കോ ഇല്ലയോ എന്തോ. അപ്പോഴേക്കും മനുവിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ് വണ്ടിയുടെ. അപ്പോൾ അവനോട് പറയാണ്, അളിയ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, വണ്ടി ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് വണ്ടിയിലോട്ട് വന്ന് കയറാൻ നോക്ക്. അവൻ വണ്ടി സൈഡാക്കി ഇട്ടിട്ട് ആ കാറിൽ തന്നെ കയറുകയാണ്. എന്താ അളിയ, എന്തെങ്കിലും കുഴപ്പമായോ? നിൻ്റെ കള്ളക്കളി എങ്ങാനും പൊളിഞ്ഞോ? ആ പുറകിലൊരാളുണ്ട്. ആരെയും കാണുന്നില്ലല്ലോ. ഡിക്കിക്കകത്തൊരാളുണ്ടെന്ന്. അതാരാ? ആ സരയുവിൻ്റെ അമ്മയില്ലേ? അത് നിൻ്റെ അമ്മായി അമ്മയല്ലേ? ആ അമ്മായി അമ്മയല്ല, സരയുവിൻ്റെ ഒറിജിനൽ അമ്മയെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? സംസാരിക്കാത്തൊരു സ്ത്രീ, താര. ആ, അവർ ഡിക്കിയിലുണ്ട്. അവരെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളണം. അവർ തീർന്നു അളിയാ? തീർന്നിട്ടില്ല. അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് പൾസ് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എടാ, നീ അവരെ എവിടുന്ന് കൊണ്ടുവന്ന കാര്യമാണ് അറിയുന്നേ? എടാ, ഓണമായിട്ട് അവർ സരയുവിന് ഡ്രസ്സുമായിട്ട് വന്നത് അവിടെ. ആ സമയത്ത് എൻ്റെ അമ്മായിയമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരും ഈ താരയെന്ന് പറയുന്ന സ്ത്രീയും തമ്മിൽ പിടിവലി ഉണ്ടായി. ഇടയ്ക്ക് എൻ്റെ അമ്മായിയമ്മ താരയെ പിടിച്ച് തള്ളിയപ്പോൾ അവർ തലയടിച്ചു വീണു. ഓ, അതിന് ശേഷം ചലനമില്ല. എടാ, അവർ മരിച്ചു എന്ന് കരുതിയാണ് ഞാനും അമ്മായിയമ്മയും ഡിക്കിയിലെടുത്ത് വെച്ചത്. പക്ഷേ പൾസ് പരിശോധിച്ചപ്പോൾ അവർ മരിച്ചിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ അമ്മായി അമ്മയുടെ ധാരണയിൽ അവർ മരിച്ചു എന്നാ. നീ എന്തിനാടാ ഈ പൊല്ലാപ്പൊക്കെ ഏറ്റുപിടിച്ചത്? ഏറ്റുപിടിക്കാതെ പിന്നെ? ഇതിൻ്റെ പേരിൽ കുറച്ച് പൈസ അവരെനിക്ക് തന്നു. അത് മാത്രമല്ല, ഇതൊരു പോലീസ് അന്വേഷണമായാൽ ഏത് നേരവും പോലീസ് വീട്ടിൽ കയറി ഇറങ്ങും. അത് നമുക്ക് ആപത്താ. ഇതാവുമ്പോൾ ഇരു ചെവി അറിയാതെ ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാം. എടാ, ഇവരെ എവിടെ കൊണ്ടുപോയി തള്ളാനാടാ? ഏതെങ്കിലും പാലത്തിൻ്റെ അടുത്ത് ചെന്ന് ഡിക്കി തുറന്ന് അവരെ താഴേക്കെടുത്തിടാം. ഇപ്പോൾ പാലത്തിൻ്റെ താഴോട്ട് ചാടി മരിക്കുന്നതൊക്കെ സർവ്വസാധാരണമാണല്ലോ. മകളെ കിട്ടാത്ത നിരാശയിൽ അമ്മ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. എടാ, അവരുടെ പിന്നിൽ ആ കിരണിൻ്റെ അച്ഛനും ഒക്കെയുണ്ട്. അത് നീ മറക്കരുത്. എടാ, എല്ലാം ഓർത്തിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്തായാലും എൻ്റെ അമ്മായി അമ്മ ഉൾപ്പെടെ നമ്മൾ 3 പേരും മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പെടുകയാണെങ്കിൽ അമ്മായി അമ്മയും പെടും. നമുക്ക് ഈര് ചെവി അറിയാതെ ഇതൊന്ന് കൈകാര്യം ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് വണ്ടി എടുക്കുക. ഒരിടത്തെത്തിയിട്ട് മനു പറയാണ്, ഇവിടെ വിജനമായ സ്ഥലമാണ്, നമുക്ക് ഇവിടെ തട്ടിയാലോ? അപ്പം മറ്റവൻ പറയാണ്, എടാ ആദ്യം ക്യാമറ ഉണ്ടോ നോക്ക്. എടാ, ഇവിടെ ക്യാമറയൊന്നുമില്ല, എനിക്കറിയാവുന്ന സ്ഥലമാണ്, നീ ഇറങ്ങ്. ലിയാ, കുഴഞ്ഞല്ലോ. അത് ആംബുലൻസ് ആണോ പോലീസ് ജീപ്പാണോ? പോലീസ് ജീപ്പാണെന്നാണ് തോന്നുന്നത്. അത് കറക്റ്റായിട്ട് അവരെ വണ്ടിക്ക് മുമ്പിൽ തന്നെ വന്ന് നിർത്തി. പോലീസുകാർ വണ്ടിയിൽ നിന്നും ഇറങ്ങി പുറത്ത് നിന്ന സമയത്ത് അവരും അവരുടെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് വരികയാണ്. എന്താണ് ഇവിടെ? അത് സെക്കൻഡ് ഷോ കണ്ടിട്ട് വരിക സാർ. വന്ന് അല്പം കാറ്റ് കൊള്ളാമെന്ന് കരുതി. രാത്രിയിലാണോടാ കാറ്റ് കൊള്ളുന്നത്? കഞ്ചാവും മയക്കുമരുന്നും ഒന്നുമല്ലല്ലോ? ഇല്ല സാർ. ആ, ഇവിടെ അധിക സമയം നിൽക്കണ്ട, പോയിക്കോ. ആ, ശരി സാർ. കീൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. എങ്കിൽ സാർ വന്ന് നോക്കിക്കോ. ശരി ശരി, വണ്ടി എടുക്കണോ? അതും പറഞ്ഞ് അവർ പോയപ്പോൾ മനോഹർ പറയാണ്, പോലീസ് പോയടാ, ആശ്വാസമായി. ഇവിടെ തന്നെ നമുക്ക് കാര്യം സാധിച്ചാലോ? ഞാനേ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്.
ഇവർ ജീവിച്ചിരിക്കുന്നതാ നിനക്ക് നല്ലത്. സരയുവിൻ്റെ അമ്മയല്ലേ, ഒരു തുറുപ്പ് ചീട്ട് ജീവനോടെ നിൽക്കുന്നത് നല്ലതല്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? അതെ, ആൾക്കാർ കാണുമ്പം ഏതെങ്കിലും നൂലയിൽ കൊണ്ടുപോയി ചാരാം. അതാ നല്ലത്. ശരി, എന്നാ വാ. ആ പോലീസുകാർ വന്നത് സരയുവിൻ്റെ വീട്ടിലേക്കാണ്. അയ്യോ, പോലീസുകാരാണല്ലോ. എന്തിനാണാവോ വരുന്നത്? പിടിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. പോലീസുകാർ മൊത്തം ഷാരിയുടെ അടുത്തേക്കാണ് വരുന്നത്. ഷാരി അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താ ഉണ്ടായതെന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ ഭാഗങ്ങളുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.